നമ്മൾ ആ ഒരു വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് അറിയേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഓക്കെ 2016 ആദ്യം ഒന്ന് റീപ്ലേസ് ചെയ്തത്. ഓക്കെ, റീപ്ലേസ് 1998 റൂൾസ് ഫോർ കളർ കാറ്റഗറീസ്. ലബോറട്ടറി കൾച്ചർ ഉണ്ടായിരിക്കാം, സ്റ്റോക്സ് ഉണ്ടായിരിക്കാം, സ്പെസിമെൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഉണ്ടായിരിക്കാം. കണ്ടാമിനേറ്റഡ് വിത്ത് സൈറ്റോടോക്സിക് ആണെങ്കിൽ നമ്മൾ എവിടെയാ ഡിസ്പോസ് ചെയ്യുക? യെല്ലോ കളറിലാണ് അല്ലെ, യെല്ലോ കളറിലാണ് ഡിസ്പോസ് ചെയ്യുക. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാദമി. നമുക്കിന്ന് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിച്ചാലോ? അപ്പോൾ നമുക്കറിയാം നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മളെപ്പോഴും നമ്മൾ ലാബിൽ റിലേറ്റ് ചെയ്ത് നമ്മൾ പ്രൊസീജിയേഴ്സും ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളും മാത്രമല്ല നമ്മൾ ആ ഒരു യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ലാബിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ആ ഒരു വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് അറിയേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സേഫ് ടുഡേ ഹെൽത്തി ടുമാറോ അല്ലെ. അപ്പോൾ ആ ഒരു വേസ്റ്റ് മാനേജ്മെന്റും നമ്മുടെ കൈകളിലാണ് വളരെ സുരക്ഷിതമായിട്ട് ഇരിക്കേണ്ടത്. ഓക്കെ, കാരണം ആ ഒരു വേസ്റ്റ് ട്രീറ്റ്മെന്റിലോട്ടൊക്കെ പോകുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നവർക്കൊക്കെ അത് സേഫ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്പോസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. അപ്പോൾ നമ്മളൊരു 4 ടൈപ്പ് ഓഫ് കാറ്റഗറി ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ യെല്ലോയിൽ എന്തായിരിക്കും വരിക? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് അല്ലെ. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് നമ്മൾ എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കോട്ടൺ അങ്ങനെ നമ്മൾ ഹ്യൂമൻ ബോഡി പാർട്സ് പ്ലാസന്റ് അങ്ങനെ ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് യെല്ലോയിൽ വരുന്നത്. ദെൻ റെഡിൽ എന്താണ്? പ്ലാസ്റ്റിക്, അതായത് റീസൈക്ലബിൾ ആയിട്ടുള്ളത്, അതാണ് നമ്മൾ പ്ലാസ്റ്റിക് റെഡ് കളർ ബോക്സിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യാറുള്ളത്. ദെൻ വൈറ്റിലെ ഷാർപ്സ് ആണ്, അതായത് നമ്മൾ നീഡിൽസ് ഉണ്ടാവും, ബ്ലേഡ്സ് ഉണ്ടാവും, സ്കാപ്പൽസ് ഉണ്ടാവും അല്ലെ. അതൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് വൈറ്റിലാണ്. ദെൻ അതിനുശേഷം ബ്ലൂവിലോട്ട് വരുമ്പോൾ നമ്മൾ ഗ്ലാസ് വെയേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഗ്ലാസ് വെയേഴ്സ്, അത് പൊട്ടിയ ഗ്ലാസ് വെയേഴ്സ് ഒക്കെ എന്തായിക്കോട്ടെ, ഗ്ലാസ് ഐറ്റംസ് എല്ലാം തന്നെ, മെറ്റൽ ഇംപ്ലാന്റ്സ് അതൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് ബ്ലൂ കളറിലാണ്. ഓക്കെ, അപ്പൊ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് നമ്മളിപ്പോ ഒന്ന് ഓൾറൗണ്ട് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിടക്കാം. ആദ്യം നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ് ആ ഒരു ടൈം ലൈൻ നോക്കാം. ജസ്റ്റ് ആ ഒരു ഇയർ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അതായത് എന്നാ തുടങ്ങിയത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ 1998 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് ആ ഒരു റൂൾസ് വരുന്നത് 1998. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഫസ്റ്റ് ഏറ്റവും ആദ്യം വരുന്നത് ഓക്കെ, അപ്പൊ ഫസ്റ്റ് നാഷണൽ റെഗുലേഷൻ ഫോർ ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. ഇൻട്രൊഡ്യൂസ് സെഗ്രിഗേഷൻ, കളർ കോഡിംഗ് ആൻഡ് സേഫ് ഡിസ്പോസൽ. ആദ്യം നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യണം, അതിനെ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യണം, കളക്ട് ചെയ്തത് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം, അതിന് ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലെ. അതൊക്കെ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ നടക്കേണ്ടതുണ്ട്. ഇനി അതിനുശേഷം ഒരു 2003 2011 ഒരു ഏർലി അമെന്റ്മെന്റ്സ് ഒക്കെ വന്നു. പിന്നെ 2016 ഇത് ഇയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ 1998 ആദ്യം വന്നത്. അതിനുശേഷം ഈ ഒരു അമെന്റ്മെന്റ് റൂൾ വന്നത് 2016 വന്നതാണ്. റീപ്ലേസ്ഡ് 1998 റൂൾസ് റീപ്ലേസ് ചെയ്തത്. അപ്പൊ ആ ഒരു ഇയർ ഒന്ന് ഓർത്തിരിക്കുക. ആദ്യം വന്നത് 1998 നമ്മൾ പറഞ്ഞു. ആ ഒരു 98 വന്നിട്ടുള്ള റൂൾസിനെ റീപ്ലേസ് ചെയ്തത് 2016 ഓക്കെ, 2016 ആദ്യം ഒന്ന് റീപ്ലേസ് ചെയ്തത്. ഓക്കെ, റീപ്ലേസ് 1998 റൂൾസ് ഫോർ കളർ കാറ്റഗറീസ്, എംഫസിസ് ഓൺ സെഗ്രിഗേഷൻ അറ്റ് സോഴ്സ് ആൻഡ് സേഫ്റ്റി. അപ്പൊ ആ ഒരു വേസ്റ്റ് ഉണ്ടാവുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അതിനെ സെഗ്രിഗേറ്റ് ചെയ്യുക. അല്ലാതെ വേസ്റ്റ് എല്ലാം കൂടി കളക്ട് ചെയ്തു ലാസ്റ്റ് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുമ്പോൾ എന്താ പറയാ, അതിനെ സെപ്പറേറ്റ് ചെയ്യാമല്ല, ആ ഒരു വേസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഉണ്ടാവുന്ന ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അല്ലെങ്കിൽ ലാബ് ആകുമ്പോൾ പല ടൈപ്പ് ഓഫ് വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ കണ്ടാമിനേറ്റ്, ഇപ്പോൾ ബ്ലഡിൽ വല്ല ടച്ച് ചെയ്ത കോട്ടൺ ഉണ്ടാവാം, അല്ലെങ്കിൽ ആ കോട്ടന്റെ പൊട്ടിച്ചുള്ള കവർ, പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരിക്കാം, നീഡിൽ ഉണ്ടാവാം, സിറിഞ്ച് ഉണ്ടാവാം അല്ലെ, സിറിഞ്ച പ്ലാസ്റ്റിക് ബോഡി ഉണ്ടായിരിക്കാം, വട്ടെവർ എന്ത് വേണേലും ഉണ്ടാവാം. നമ്മൾ ആ ഒരു ഉണ്ടാവുന്ന ആ ഒരു വേസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു ടൈമിൽ തന്നെ അതിനെ സെഗ്രിഗേറ്റ് ചെയ്തെടുക്കണം. 2018 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അമെന്റ്മെന്റ് റൂൾ വന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് ബാർ കോഡിംഗ്, അതുപോലെ GPS ട്രാക്കിംഗ് അതൊക്കെ വന്നു. ഫേസ്ഡ് റിഡക്ഷൻ ഓഫ് സർട്ടൻ പ്ലാസ്റ്റിക്സ്. ഓക്കെ, അതൊക്കെ വന്ന് 2018. പക്ഷേ ഈ 1998 വന്ന റൂൾസിനെ റിപ്ലേസ് ചെയ്തത് 2016 മാറിപ്പോവരുത്. 2019 വീണ്ടും ഓരോ വർഷം ആകുമ്പോൾ തന്നെ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കും അല്ലെ. ഇവിടെ സ്ട്രെങ്ത് ആൻഡ് ഇംപ്ലിമെന്റ് ടൈം ലൈൻ, മാൻഡറ്ററി കോംപ്ലയൻസ് ഫോർ വേസ്റ്റ് ട്രാക്കിംഗ് സിസ്റ്റം അങ്ങനെയൊക്കെ വന്നു. 2020-22 നമുക്ക് എടുത്തു പറയേണ്ട നമുക്ക് COVID-19 നമ്മൾ തരണം ചെയ്തൊരു വർഷമാണ് അല്ലെ. അപ്പോൾ പ്രത്യേകിച്ച് COVID-19 ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ സമയത്ത് PPE, മാസ്ക് അല്ലെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് കറന്റ് ഫ്രെയിംവർക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പുതിയതായിട്ടുള്ള സെൻട്രൽ പൊല്യൂഷൻ ബോർഡിന്റെ ആ ഒരു പ്രത്യേകിച്ച് ആ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഇയർ ആണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, ആദ്യമായിട്ട് വന്നത്, പിന്നെ റീപ്ലേസ് ചെയ്ത ഇയർ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഇതിന്റെ ഭാഗമായിട്ടാണ് വന്നത് ഈ ആക്ട് കേട്ടോ, എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986.
ആ ഒരു ഇതൊന്ന് ആക്ട് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ടു ഓൾ പേഴ്സൺ ഹു ജനറേറ്റ്, കളക്ട്, റിസീവ്, സ്റ്റോർ, ട്രാൻസ്പോർട്ട്, ട്രീറ്റ് ആൻഡ് ഡിസ്പോസ് ഓർ ഹാൻഡിൽ ബയോമെഡിക്കൽ വേസ്റ്റ് ഇൻ എനി ഫോം. അപ്പൊ നമുക്ക് നോക്കാം, ഇത് ഡസ് നോട്ട് അപ്ലൈ ടു ആണ് കേട്ടോ, ഡസ് നോട്ട് അപ്ലൈ ആണ്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, അതുപോലെ തന്നെ വേസ്റ്റ് കവേർഡ് അണ്ടർ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് റൂൾ 2000 ഒരു വർഷത്തിൽ വന്നതാണ്. ദെൻ ലെഡ് ആസിഡ് ബാറ്ററി, ഹസാർഡസ് വേസ്റ്റ്, ഇ വേസ്റ്റ്, ഹസാർഡസ് മൈക്രോ ഓർഗാനിസം, ഇത് ഡസ് നോട്ട് അപ്ലൈ ടു ആണ്. ഓക്കെ, എൻഷുർ പ്രോപ്പർ സെഗ്രിഗേഷൻ, ഹാൻഡ്ലിംഗ്, ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ അപ്ലിക്കബിൾ റൂൾ ആൻഡ് റെഗുലേഷൻ. ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ അതിന്റെ റെഗുലേഷൻ പ്രകാരം തന്നെ നമ്മൾ ചെയ്യണം. നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ വേസ്റ്റ് അതൊന്നും അങ്ങോട്ട് മിക്സപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് കാറ്റഗറി നോക്കാം. ഈ ബ്ലാക്ക് എന്ന് ജനറൽ വേസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ യെല്ലോയിൽ നമുക്കറിയാം ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്, അതുപോലെ തന്നെ കീമോ ഡ്രഗ്സ്, സൈറ്റോടോക്സിക് ഡ്രഗ്സ്, അതുപോലെ എക്സ്പേർഡ് മെഡിസിൻസ് ഒക്കെ വരുന്നത് നമ്മൾ യെല്ലോ കളർ വേസ്റ്റിലാണ്. എക്സ്പേർഡ് ഓർ ഡിസ്കാർഡഡ് മെഡിസിൻ, സോയിൽ ആൻഡ് സോയിൽഡ് ലിനൻ ഒക്കെ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടായിരിക്കില്ല. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വീണ്ടും വീണ്ടും പറയുവാണ്. അപ്പൊ ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്, കീമോ ഡ്രഗ്സ്, ഓക്കെ, പിന്നെ സോയിൽഡ് വേസ്റ്റ്, എക്സ്പയർഡ് ഡിസ്കാർഡഡ് മെഡിസിൻസ് ഒക്കെ. ഇവിടെ കണ്ടാമിനേറ്റഡ് പ്ലാസ്റ്റിക് വേസ്റ്റ്, റീസൈക്ലബിൾ ഒക്കെയാണ് നമ്മൾ ഈ റെഡിൽ ഇടുന്നത്. വൈറ്റിൽ ഏതൊക്കെയാണ്, വൈറ്റ് കളർ അതിൽ ഏതൊക്കെയാണ് നമ്മൾ വൈറ്റ് ഷാർപ്സ് ഒക്കെയാണ് ഇടുന്നത്. ഇനി നമ്മൾ ബ്രോക്കൺ ഗ്ലാസ് വേസ്റ്റ്, കണ്ടാമിനേറ്റഡ് ഗ്ലാസ് ഇൻക്ലൂഡിംഗ് മെഡിസിൻ വയൽസ് ആൻഡ് ആംപ്യൂൾസ് ഒക്കെ വരുന്നത് നമ്മൾ ബ്ലൂ കളറിലാണ് ഇടുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഓരോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ യെല്ലോ കളറാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ആണ്, ലൈക് ഹ്യൂമൻ ടിഷ്യൂ, ഓർഗൻ, ബോഡി പാർട്സ്, ഫീറ്റസ് ഒക്കെ വരും. ഇനി അനിമൽ അനാട്ടമിക്കൽ വേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ സോയിൽഡ് വേസ്റ്റ് പറയുമ്പോൾ നമ്മൾ ഈ കണ്ടാമിനേറ്റ് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബ്ലഡ്, നമ്മൾ ഡ്രസ്സിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വരും. പിന്നെ പ്ലാസ്റ്റർ, കാസ്റ്റ്, അതുപോലെ തന്നെ കോട്ടൺ സ്വാബ്, പിന്നെ അതുപോലെ തന്നെ ബാഗ് കണ്ടെയ്നിങ് റെസിഡ്യൂസ് ഓർ ഡിസ്കാർഡഡ് ബ്ലഡ്. അപ്പൊ ഇതൊക്കെ വരുന്നത് നമ്മുടെ യെല്ലോ കളറിലാണ്. ഓക്കെ, എന്തൊക്കെയാ വരിക, ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് വരും, അതിൽ തന്നെ നമ്മൾ ടിഷ്യൂ, ഓർഗൻ, ബോഡി പാർട്സ്, ഫീറ്റസ് ഒക്കെ വരും. പിന്നെ സോൾഡ് വേസ്റ്റിലാണ് നമ്മൾ കണ്ടാമിനേറ്റഡ് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്. പിന്നെ ബാഗ് എന്തൊക്കെ വരിക, റെസിഡ്യൂസ് ഓർ ഡിസ്കാർഡഡ് ബ്ലഡ് വരും. കോട്ടൺ സ്വാബ്സ്, ആ ഒരു കാറ്റഗറി ഒക്കെ വരുന്നത് ഇതിലാണ്. ദെൻ നെക്സ്റ്റ് നോക്കാം, എക്സ്പേർഡ് ഓർ ഡിസ്കാർഡഡ് മെഡിസിൻ. ഇത് എപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സൈറ്റോടോക്സിക് ഡ്രഗ്സ് അല്ലെങ്കിൽ എക്സ്പേർഡ് മെഡിസിൻ ഏത് കാറ്റഗറി ഓഫ് ബാഗിലാണ് ഇടാന്നുള്ളത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. എക്സ്പേർഡ് ഓർ ഡിസ്കാർഡഡ് മെഡിസിൻ ഇൻക്ലൂഡ് ആന്റിബയോട്ടിക്. അതേപോലെ സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഇൻക്ലൂഡ് ഓൾ ഐറ്റം കണ്ടാമിനേറ്റഡ് വിത്ത് സൈറ്റോടോക്സിക് ഡ്രഗ് എലോങ് വിത്ത് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് ആംബ്യൂൾ, വയൽ എക്സെട്ര. അതൊക്കെ എന്തായിരിക്കും വരിക, യെല്ലോ കളറിൽ വേണം നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ. ആൻഡ് ദെൻ കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ഇൻസനറേഷൻ ആണ് മെയിൻ ആയിട്ട്. കാരണം ഇപ്പൊ ഈ ബോഡി പാർട്സ് അല്ലെങ്കിൽ ഈ ബ്ലഡ് ബാഗ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ കോട്ടൺ സ്വാബ്സ് ഒക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ മെയിൻ ആയിട്ടുള്ള അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിനെ റീസൈക്കിൾ ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസനറേഷൻ ആണ്. നമ്മളൊരു 800 to 1200 നമ്മൾ അതിനെ കത്തിച്ച് കളയുക, അത്രയേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ലബോറട്ടറി വേസ്റ്റ് ആൻഡ് നോക്കാം. മൈക്രോബയോളജി, ബയോടെക്നോളജി ആൻഡ് അതർ ക്ലിനിക്കൽ ലബോറട്ടറി വേസ്റ്റ് ഒക്കെ. ലബോറട്ടറി കൾച്ചർ ഉണ്ടായിരിക്കാം, സ്റ്റോക്സ് ഉണ്ടായിരിക്കാം, സ്പെസിമെൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഉണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ pre-treat is to sterilize with non-chlorinated chemical on site as a per NACO or World Health Organization. പിന്നെ അതുപോലെ തന്നെ വരുന്നത് ലിനൻ മാട്രസ്, കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്, നേരത്തെ പറഞ്ഞത് തന്നെ. അപ്പൊ അതൊക്കെ വരുന്നത് എന്താണ്, യെല്ലോ കളറിലായിരിക്കും വരിക. ഓക്കെ, ദെൻ ഈ നമ്മൾ pre-treat to sterilize with, അത് നമ്മൾ NACO നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് WHO ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ ഈ മുന്നേ അതിനെ അണുനശീകരണമൊക്കെ ചെയ്യണം. അതായത് നോൺ ക്ലോറിനേറ്റഡ് കെമിക്കൽസ് വെച്ച് നമ്മൾ ആ സൈറ്റിൽ വരും, ഓൺ സൈറ്റ് ആസ് പെർ ആ ഒരു WHO ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം.
ഓക്കെ, നമ്മൾ ഇപ്പൊ ലാബിലാണെങ്കിൽ ഇപ്പോൾ മീഡിയാസ് ഒക്കെ നമ്മൾ കൾച്ചർ മീഡിയാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെറിലൈസ് ഡീകണ്ടാമിനേഷൻ അല്ലെ, ഡീകണ്ടാമിനേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുക അല്ലെ. നമ്മൾ കൾച്ചർ മീഡിയ നേരിട്ട് ഡിസ്പോസ് ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് ഡീകണ്ടാമിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി കെമിക്കൽ ആൻഡ് ലിക്വിഡ് വേസ്റ്റ് നോക്കാം. Yellow color. Okay, then first chemical waste, discarded disinfectant. Yellow color containers or non-chlorinated plastic bags are disposed of by incineration or plasma pyrolysis ആണ്, അല്ലെങ്കിൽ encapsulation in hazardous waste treatment, storage and disposal facility ആണ്. Then chemical liquid waste, discarded formalin liquid from laboratory and floor washing, cleaning ഒക്കെ സെപ്പറേറ്റ് കളക്ഷൻ സിസ്റ്റം ആണ്, ലീഡിങ് ടു എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കെമിക്കൽ ലിക്വിഡ് വേസ്റ്റ് ഒക്കെ, അപ്പൊ ഇതിൽ ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കെമിക്കൽ ലിക്വിഡ് വേസ്റ്റ് ഉണ്ടാവും, നമ്മൾ ഫ്ലോർ വാഷിംഗ്, ക്ലീനിങ് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ബാഗിലാണ് ഡിസ്പോസ് ചെയ്യാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് വരിക റെഡിലാകുമ്പോൾ ഫുൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. വൈറ്റ് കളർ ബാഗിലാണെങ്കിൽ നമുക്ക് അറിയാം നീഡിൽസ്, ബ്ലേഡ് ഒക്കെ ആയിരിക്കും. ബ്ലൂ കളറിലാണെങ്കിൽ നമുക്ക് ഗ്ലാസ് വേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുക യെല്ലോയിലായിരിക്കും ഇടാന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല, സെപ്പറേറ്റ് ഒരു കളക്ഷൻ സിസ്റ്റമിലാണ് നമ്മൾ അത് കളക്ട് ചെയ്യുക. ഓക്കെ, ഈ കെമിക്കൽ ലിക്വിഡ് വേസ്റ്റ്. ദെൻ നെക്സ്റ്റ് നമുക്ക് റെഡ് കളർ ബാഗിലോട്ട് വരാം. റെഡ് കാറ്റഗറി എന്താണ്? പ്ലാസ്റ്റിക് റീസൈക്ലബിൾ വേസ്റ്റ് ആണ് അല്ലെ. അപ്പോൾ വേസ്റ്റ് ജനറേറ്റഡ് ഫ്രം ട്യൂബിംഗ് ബോട്ടിൽ, ഇൻട്രാവിനസ് ട്യൂബ്സ് ആൻഡ് സെറ്റ്, കാത്തറ്റേഴ്സ്, യൂറിൻ ബാഗ്, അതുപോലെ തന്നെ സിറിഞ്ച്. വിത്തൗട്ട് നീഡിലാണ്, ശ്രദ്ധിക്കുക, വിത്തൗട്ട് നീഡിലാണ്. ഫിക്സഡ് നീഡിൽ സിറിഞ്ച് ഉണ്ട് ആൻഡ് ഗ്ലൗസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് റെഡ് കളറിലാണ്. പിന്നെ കാത്തറ്റേഴ്സ്, യൂറിൻ ബാഗ്, സിറിഞ്ച് വിത്തൗട്ട് നീഡിൽ ആൻഡ് ഫിക്സഡ് നീഡിൽസ് ആൻഡ് ഗ്ലൗസ്. ഇവിടെ നമ്മൾ ഓട്ടോക്ലേവിംഗ് ഓർ മൈക്രോക്ലേവിംഗ് ആണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഹൈഡ്രോക്ലേവിംഗ്, ഫോളോഡ് ബൈ ഷെഡിംഗ് ഓർ മൾട്ടിലേഷൻ. നമ്മൾ അത് റീസൈക്കിൾ ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ ഇതൊന്നും ഓർത്തിരിക്കുക. എന്തൊക്കെയാ വരിക? കാത്തറ്റേഴ്സ് ഉണ്ട്, യൂറിൻ ബാഗ്സ് ഉണ്ട്, ബ്ലഡ് ബാങ്ക് ഒക്കെ നമ്മൾ എവിടെയായിരുന്നു ഇടുന്നത്? യെല്ലോ കളറിലാണ്, അപ്പൊ മാറിപ്പോവരുത്. പിന്നെ സിറിഞ്ച് വിത്തൗട്ട് നീഡിലാണ്, ട്യൂബിംഗ് സെറ്റ് ഒക്കെ ഉണ്ട്, കാത്തറ്റേഴ്സ്, യൂറിൻ ബാഗ് ഒക്കെ വരുന്നത്, സിറിഞ്ച് ഒക്കെ വരുന്നത് നമ്മൾ റെഡ് കളറിലാണ്. ഓക്കെ, ഇനി വൈറ്റ് കളർ ബാഗിൽ ഏതൊക്കെയാണ് വരിക? ഷാർപ്പ് കണ്ടെയ്നേഴ്സ് ആണ് അല്ലെ. പങ്ക്ചർ പ്രൂഫ്, ടാമ്പർ പ്രൂഫ്, ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ് ആണ് വൈറ്റ് കളർ. ഇതിൽ ഏതൊക്കെ വരിക? ഷാർപ്പ് കണ്ടെയ്നേഴ്സ്. വേസ്റ്റ് ഷാർപ്പ് ഇൻക്ലൂഡ് മെറ്റൽസ് നമുക്ക് നോക്കാം. നീഡിൽ, സിറിഞ്ച് വിത്ത് ഫിക്സഡ് നീഡിൽ, നീഡിൽ ഫ്രം നീഡിൽ ടിപ്പ് കട്ടർ ഓർ ബർണർ, സ്കാപ്പൽസ്, ബ്ലേഡ്സ്. This can include both used, discarded and contaminated metal sharps. ഇതൊക്കെ വരുന്നത് നമ്മുടെ വൈറ്റ് കളറിലാണ്. ഓക്കെ, ഓട്ടോക്ലേവിംഗ് ഓർ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഫോളോഡ് ബൈ ഷ്രെഡിംഗ് ഓർ മൾട്ടിലേഷൻ ആണ്, അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. അപ്പൊ ഇൻസിനറേഷൻ ചെയ്യുന്നത് മെയിൻ ആയിട്ട് യെല്ലോയിൽ മാത്രമാണ്, ബാക്കിയൊക്കെ നമ്മൾ ഓട്ടോക്ലേവിംഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. എന്തൊക്കെയാണ്? നീഡിലുണ്ട്, സിറിഞ്ച് വിത്ത് ഫിക്സഡ് നീഡിലുണ്ട്, പിന്നെ നീഡിൽ ഫ്രം നീഡിൽ ടിപ്പ് കട്ടർ ഓർ ബർണർ ഒക്കെ ഉണ്ട്, സ്കാപ്പൽസ് ഉണ്ട്, ബ്ലേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം വരുന്നുണ്ട് ഏതില്? വൈറ്റ് കളർ ബാഗിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ബ്ലൂ കളർ ആണ്, ഗ്ലാസ് വേസ്റ്റിന്റെ ആണ്. കാറ്റഗറീസ് ആൻഡ് സെഗ്രിഗേഷൻ, കളക്ഷൻ, ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആൻഡ് ഡിസ്പോസൽ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഗ്ലാസ് വേസ്റ്റ്, ബ്രോക്കൺ ഓർ ഡിസ്കാർഡഡ് ആൻഡ് കണ്ടാമിനേറ്റഡ് ഗ്ലാസ് ഇൻക്ലൂഡിംഗ് മെഡിസിൻ വയൽസ്, ആംബ്യൂൾസ്. ഓക്കെ, except those contaminated with cytotoxic waste. Contaminated with cytotoxic ആണെങ്കിൽ നമ്മൾ എവിടെയാ ഡിസ്പോസ് ചെയ്യുക? യെല്ലോ കളറിലാണ് അല്ലെ, യെല്ലോ കളറിലാണ് ഡിസ്പോസ് ചെയ്യുക. സൈറ്റോടോക്സിക് ആണെങ്കിൽ, കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, അല്ലാത്ത പക്ഷം നമ്മൾ ഫുൾ ബ്ലൂ കളർ. ഓക്കെ, ബ്ലൂ കളറിലായിരിക്കും ഇടുക. ദെൻ ഡിസ്ഇൻഫെക്ഷൻ ബൈ സോക്കിംഗ് വിത്ത് വാഷ്ഡ് ഗ്ലാസ് വേസ്റ്റ് ആഫ്റ്റർ ക്ലീനിങ് വിത്ത് ഡിറ്റർജന്റ് ആൻഡ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. നമ്മൾ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വേസ്റ്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് നമ്മൾ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. And through autoclaving or microwaving or hydroclaving, then sent for recycling. ഇതാണ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ്, ഒരു പ്രൊസീജിയേഴ്സും പ്രോസസ്സിംഗും കാര്യങ്ങളും വരുന്നത്. അപ്പൊ നമ്മൾ ബ്ലൂ കളറിൽ ഏതൊക്കെയാണ് വരിക? ബ്രോക്കൺ, ഡിസ്കാർഡഡ്, കണ്ടാമിനേറ്റഡ് ഗ്ലാസ് ഇൻക്ലൂഡിംഗ് മെഡിസിനൽ വയൽസ് ആൻഡ് ആംബ്യൂൾസ് ഒക്കെ വരും. എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ നമുക്ക് വേറെ ഒരു വഴിയുമില്ല, യെല്ലോ കളറിലോട്ട് ഇടണം. മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ്സ്, അതും ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോക്കി വെക്കുക. കാരണം ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക. 4 ടൈപ്പ് ഓഫ് വേസ്റ്റ് ഒരു കാറ്റഗറിയാണ് നമ്മൾ പറഞ്ഞത്. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് കളർ ഉണ്ട്,
ബ്ലൂ കളർ ഉണ്ട്. ഓക്കെ, അപ്പൊ യെല്ലോയിലാണ് നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്, അനിമൽ അനാട്ടമിക്കൽ വേസ്റ്റ്, ബാക്കി ഡ്രസ്സിങ്സ് കാര്യങ്ങൾ, കോട്ടൺ സ്വാബ്സ് വട്ടെവർ, അതൊക്കെ വരുന്നത് യെല്ലോ കളറിലാണ്. ദെൻ റെഡിലാണ് നമ്മൾ കാത്തറ്റേഴ്സ്, യൂറിൻ ബാഗ്, ട്യൂബ് സെറ്റ്, ബോട്ടിൽസ്, അങ്ങനത്തെ എല്ലാം വരുന്നത്. പിന്നെ നീഡിൽസ്, സ്കാർപ്പിൾസ്, ബ്ലേഡ്സ് ഒക്കെ വരുന്നത് വൈറ്റ് കാറ്റഗറിയിലാണ്. പിന്നെ മെറ്റൽ ഇംപ്ലാന്റ്സ്, ഗ്ലാസ് വെയർസ് ഒക്കെ ആംപ്യൂൾസ് വിത്തൗട്ട് എക്സെപ്റ്റ് കണ്ടാമിനേഷൻ നമ്മൾ പറഞ്ഞു. സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആണെങ്കിൽ യെല്ലോയിലോട്ട് വിടണം നേരെ, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നമ്മൾ ബ്ലൂ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ, ഓട്ടോക്ലേവ് ചെയ്തെടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് ഞാൻ വീണ്ടും പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ 1998 നമ്മൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അല്ലെ, 1998 ആദ്യം റൂൾ വന്നത്. പക്ഷെ അതിനുശേഷം ആ ഒരു റൂൾസ് റിപ്ലേസ് ചെയ്തത്, അത് 4 കാറ്റഗറി എങ്ങനെ തരം തിരിച്ചത് 2016 വന്നുള്ള അമെന്റ്മെന്റ് പ്രകാരമാണ്. അതിനുശേഷം വീണ്ടും ഒരുപാട് മോഡിഫിക്കേഷൻ, ബാർകോഡിംഗ് സിസ്റ്റം, അതിനെ ട്രാക്ക് ചെയ്യാനുള്ളത്, അങ്ങനെ ഒരുപാട് സിസ്റ്റമിക് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇയർ എന്നാണ് തുടങ്ങിയത്, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഏതൊക്കെ ടൈപ്പ് കാറ്റഗറി ഉണ്ടും അവർ എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു 4 എക്സാമ്പിൾ തന്നിട്ട് ഇതിലേതാണ് അല്ലാത്തത്, ഇതിലേതാണ് യെല്ലോ ബാഗിൽ ഉള്ളത് അല്ലെങ്കിൽ യെല്ലോ ബാഗിൽ ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതിലുള്ള എല്ലാ ടൈപ്പ് എക്സാമ്പിളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്